ഹായ്, എൻ്റെ പേര് Ashbi P Binu. ഞാൻ പന്തളത്തുനിന്ന് വരുന്നു. IELTSനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഈവൻ എനിക്കൊരു പാസ്പോർട്ട് പോലും ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് IELTSന് എക്സാമിന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഞാൻ അറിയുന്നത്. ആൻഡ് വൺസ് ടിജൂസിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 1 വീക്കോളം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ ക്ലാസ്സിലാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ചത്. എസ്പെഷ്യലി എല്ലാ മൊഡ്യൂൾസും, അതിൻ്റെ ബാൻഡുകൾ, അതിൻ്റെ മാർക്സ്, ഇതെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുമാത്രമല്ല, പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ്. അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, ആൻഡ് ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എല്ലാവരും വളരെ കമ്പനിയാണ്. അത്രയും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എൻ്റെ മൊഡ്യൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ IELTS പൊതുവേ 4 മൊഡ്യൂൾസാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് റീഡിങ്, ലിസണിങ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇതിൽ സ്പീക്കിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ടൈമിലൊക്കെ ഒരു 2 മിനിറ്റ്സ് കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ചാലഞ്ചിങ് തന്നെയായിരുന്നു. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് എൻ്റെ സ്റ്റാഫ് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അത് സ്ട്രക്ചർ ചെയ്യണം, ഒരു ഇൻട്രഡക്ഷൻ, പാരഗ്രാഫ് ആൻഡ് കൺക്ലൂഷൻ, ഇതെല്ലാം കൂടെ എങ്ങനെ നമുക്ക് 2 മിനിറ്റ്സിനുള്ളിൽ നിർത്താൻ പറ്റുമെന്നൊക്കെ ഉള്ളത് എൻ്റെ ടീച്ചറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ റൈറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിലും സെൻറ്റൻസ് സ്ട്രക്ചറും ഗ്രാമറും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ലിസണിങ് അതാണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതൊക്കെ ആക്ച്വൽ എക്സാമിലേക്ക് വരുമ്പോഴും വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. റീഡിങ് പൊതുവേ എല്ലാ സ്റ്റുഡൻസിനും പാടാണെങ്കിലും ഇവിടുത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആക്ച്വൽ ടെസ്റ്റിലേക്ക് വരുമ്പം അത് കുറച്ചുകൂടി ഈസിയാണ്. കാര്യം ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് കുറച്ച് ടഫാണ്. എനിക്ക് ഏകദേശം 7 ബാൻഡ് ഉണ്ട്. ഇതെങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നമുക്ക് എവിടെയാണ് നമുക്ക് വീക്ക് പോയിൻറ്റ്സ് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ വീക്ക്നെസ്സിനെ നമ്മൾ സ്ട്രെങ്താക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആൻഡ് വൺസ് അഗെയിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ സ്റ്റാഫ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും. അവരോടെല്ലാം താങ്ക്സ് പറയുന്നു. ആൻഡ് താങ്ക് യു ടീച്ചേഴ്സ് അക്കാഡമി.